ഈ അക്ഷരങ്ങളൊക്കെ പ്രത്യേക അനുവാദത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഈ നാഡീഞരമ്പുകളിലേക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷിമാർ ഈ മന്ത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും നല്ല മന്ത്രമായിട്ട് ഗായത്രി മന്ത്രത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗായത്രി മന്ത്രം സൃഷ്ടിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ ഋഷിക്ക് വിശ്വാമിത്രൻ എന്നുള്ള പേര് തന്നെ വന്നത്. മന്ത്രോച്ചാരണം സർ, ഈ നമ്മൾ ജാതകം നോക്കുന്ന സമയത്ത് പല ദോഷങ്ങളും പലരും പറയാറുണ്ട്. അപ്പോൾ ഇന്ന മന്ത്രം ജപിക്കൂ, ദോഷം കുറയ്ക്കൂ, ഇന്ന മന്ത്രം ജപിക്കൂ, നിങ്ങൾക്ക് ഭാഗ്യം കൈവരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പ്രസക്തി എന്താണ്? ഈ മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇതാണ്. മന്ത്രങ്ങൾ മനനാൽ ത്രായതേ ഇതി മന്ത്രഹാണ്. ചൊല്ലുന്നയാളെ സംരക്ഷിക്കുന്നതാണ് മന്ത്രം. ഒരു മന്ത്രം നമ്മൾ ചൊല്ലിയത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു തൊഴിൽ നേട്ടത്തിനായിട്ടാണ് നമ്മൾ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ നമുക്ക് അതിനു വേണ്ട അനുകൂല സാഹചര്യങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സൃഷ്ടിക്കപ്പെടുകയാണ്. മറിച്ച് നമ്മൾ പ്രവർത്തനം ചെയ്യാതെ മന്ത്രം ചൊല്ലി മാത്രം ഇരുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെ തേടി ഇതൊന്നും എത്തത്തില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം മന്ത്രങ്ങൾ ജപിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരനായിട്ട് അതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ മന്ത്രങ്ങൾ, ഈ അക്ഷരങ്ങൾക്ക് വളരെ ശക്തിയുണ്ട്. അക്ഷരങ്ങൾ തന്നെ ഈശ്വരനാണ്. 56 അക്ഷരങ്ങളെ ഇപ്പം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുക വഴി നമ്മളുടെ നാഡീ ഞരമ്പുകളിൽ ഒരു പ്രത്യേകതരം വൈബ്രേഷൻ ഉണ്ടാവുകയും ഇത് നമ്മളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്യും. ബുദ്ധിയെയും ശരീരത്തിലെ അവസ്ഥകളെയും ഒക്കെ ശരിക്കും മാറ്റിമറിക്കാൻ ഈ മന്ത്രങ്ങൾ കൊണ്ട് സാധിക്കും. അനുഭവത്തിൽ നിന്ന് ഈ മന്ത്രങ്ങൾ ചൊല്ലി വേണ്ട രീതിയിൽ അത് നല്ല രീതിയിൽ നിഷ്ഠയോടുകൂടി ചൊല്ലുന്ന ഒരാൾക്ക് ഏത് മന്ത്രമാണോ പ്രയോഗിക്കുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള ഗുണം 100% കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പരീക്ഷണങ്ങൾ പറയുന്നത്. സർ, നമ്മൾ മുൻപ് മുതലേ കേൾക്കുന്നതാണ്. വീട്ടിൽ നിന്നൊക്കെ പറയുന്നു രാമ 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 എന്ന് പറയാൻ പറയുന്നു, ഓം നമോ നാരായണ എന്ന് പറയാൻ പറയുന്നു, പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഓം നമ ശിവായ എന്ന് പറയാൻ പറയുന്നു. എന്താണ് പഞ്ചാക്ഷരി മന്ത്രം, എന്താണ് ബീജാക്ഷരി മന്ത്രം? ഇത് സാധാരണപ്പെട്ടവർക്ക് ഉച്ചരിക്കാമോ? ബീജാക്ഷരങ്ങൾ ഒരു ദേവതയുടെ പ്രത്യേക അക്ഷരമാണ്. ആ ദേവതയുടെ ശക്തി ചൈതന്യത്തെ ഒരക്ഷരത്തിൽ ആവാഹിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഒറ്റ അക്ഷരത്തിൽ ആ ദേവതയുടെ ചൈതന്യം ലയിപ്പിച്ചേക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് രാമ എന്നുള്ള ശബ്ദം മാത്രം, ആ രാമ എന്നുള്ള ശബ്ദം ഉച്ചരിക്കാൻ പോലും അറിയാത്ത വാൽമീകിയെ മഹാഋഷിയാക്കിയതാണ് ആ മന്ത്രജപം. അത് അദ്ദേഹത്തിനെ കൊണ്ട് ആ മന്ത്രം, ആ വാക്കുകൾ ഉച്ചരിക്കാൻ സാധിച്ചപ്പോൾ മുതൽ അദ്ദേഹം ഋഷി തുല്യനായി, ഋഷിയായിട്ട് മാറി എന്നുള്ളതാണ്. മന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് അന്വേഷിച്ച് നമുക്ക് വേറെ എങ്ങും പോകണ്ട. വാൽമീകി മഹർഷിയുടെ കഥ മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഓരോ മന്ത്രങ്ങൾക്കും പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ട്. രാമ എന്ന ശബ്ദം എന്ന് പറയുന്നത് താരകമന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ശക്തിവിശേഷമുള്ള മന്ത്രമായിട്ടാണ്. ബീജമന്ത്രങ്ങളും ഇതേപോലെ തന്നെ തുല്യ പ്രാധാന്യമാണ്. ഓരോ ദേവതയുടെയും ബീജമന്ത്രങ്ങൾ ആ മന്ത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പം സംസരസ്വത്യൈ നമ, ഓം സംസരസ്വത്യൈ നമ എന്ന മന്ത്രത്തിൽ സം എന്ന വാക്കാണ് ബീജമന്ത്രം. അപ്പോൾ അങ്ങനെ ഈ ബീജമന്ത്രം കൂടെ ഉച്ചരിച്ചുകൊണ്ട് ഈ സരസ്വതി ദേവിയെ പ്രകീർത്തിക്കുമ്പോൾ ആ ദേവീ ചൈതന്യം നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഐം എന്നുള്ള മന്ത്രം അത് മുദ്രകളൂടെ ചേർത്ത് ചൊല്ലുമ്പോൾ സരസ്വതി ദേവി നമ്മുടെ ശരീരത്തിലേക്ക് ലയിക്കുകയായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദേവതയും അതാത് ബീജമന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ആ ദേവത നമ്മിലേക്ക് ലയിക്കുന്നതായിട്ടാണ് തന്ത്രശാസ്ത്രം പരാമർശിക്കുന്നത്. ഈ എല്ലാ മന്ത്രങ്ങളും എല്ലാ പേർക്കും ജപിച്ചുകൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ശനി എന്ന് പറയുന്ന പേടിപ്പിക്കുന്ന ഗ്രഹവും ആൾക്കാർ ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമുള്ള സമയത്ത് ശനീശ്വര മന്ത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എല്ലാവരും ജപിക്കാറുണ്ട്. കുറച്ച് പേര് അത് ജപിക്കാറില്ല. അതിന് കാരണം എന്താണ്? അത് ഒരുപക്ഷെ അവരുടെ തെറ്റിദ്ധാരണയായിരിക്കാം. ശനിയുടെ മന്ത്രങ്ങൾ ഏതൊരു വ്യക്തിക്കും ജപിക്കാവുന്നതേ ഉള്ളൂ. ശനി ആസുരികമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു ഗ്രഹമാണ്. ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഗ്രഹത്തെ നമ്മൾ ഈശ്വര തുല്യമായിട്ട് കണ്ടിരിക്കുകയാണ്. മറ്റു പാപഗ്രഹങ്ങൾക്കൊന്നും ഈശ്വരത്വം കൽപ്പിച്ചിട്ടില്ല. ശനി ഈശ്വരനാണ്. അപ്പോൾ ശനി
ഈ പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ ശനി ദോഷം ചെയ്യുമെന്നാണ്. അപ്പോൾ ശനിയെ വിളിക്കുന്ന ദോഷം ചെയ്യാത്ത അവസരങ്ങളിൽ ശനിയെ വിളിച്ചു കഴിഞ്ഞാലും ദോഷം ചിലപ്പം കിട്ടിയാലോ എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കാം അങ്ങനെ ഒരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ശനി ഈശ്വരനാണ്. ശനിയെ എത്ര വിളിക്കുന്നോ അതിനനുസരിച്ച് ക്ഷിപ്രപ്രസാദി കൂടിയാണ് ശനി. അപ്പം ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുക, നീലാഞ്ജന സമാഭാസം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശനിയുടെ മൂലമന്ത്രം ജപിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെ ഗുണങ്ങൾ ചെയ്യും. സാർ, അതുപോലെ ഈ കുട്ടികൾ ഈ പഠിക്കുന്ന സമയങ്ങളിൽ, പൂജാ സമയങ്ങളിലാണല്ലോ ഇവർക്ക് ഈ വർഷത്തിൽ വരുന്ന 3 ദിവസം പൂജ വെപ്പും പൂജയെടുപ്പും. അന്നാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സന്തോഷം. പഠിക്കണ്ട, ഞാനും ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സരസ്വതി മന്ത്രം കൂടുതൽ ചാൻറ്റ് ചെയ്യാൻ പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ ചാൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ പഠിക്കുന്ന ഈ സമയങ്ങളിൽ ഈ സരസ്വതി മന്ത്രം ബീജാക്ഷരി മന്ത്രത്തിൽ വരുന്നതല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റുക? ഈ സരസ്വതി മന്ത്രങ്ങൾ ആ ദിവസങ്ങൾക്കുള്ള പ്രത്യേകതയുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ വർഷത്തിലും ഇത്തരത്തിലുള്ള പ്രാധാന്യമുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഇപ്പം നവരാത്രി കാലത്താണല്ലോ നമ്മൾ സരസ്വതി പൂജ ചെയ്യുന്നത്. അപ്പോൾ സരസ്വതി ദേവിയുടെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അത്. പ്രഥമ മുതൽ 9 ദിവസം, അത് കഴിഞ്ഞിട്ട് വിജയദശമിയും അങ്ങനെ 10 ദിവസം സരസ്വതി ദേവിയുടെ ചൈതന്യം ഈ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഉത്തരായന കാലത്ത് സരസ്വതി പൂജ ഈ വിശേഷ സമയത്ത് ചെയ്യുമ്പോൾ, ആ സമയത്ത് സരസ്വതി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ചൈതന്യത്തെ ഇത് വർദ്ധിപ്പിക്കുകയും ആ കുട്ടികൾക്ക് അതിൻ്റെ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നെയ്യ് സേവിക്കുക, സാരസ്വത സൂക്തം ജപിച്ച് ചേർത്ത അരിഷ്ടമോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ സേവിക്കുന്നതൊക്കെ വിശേഷ ഫലത്തെ നൽകും. സാധാരണ ദിവസങ്ങളിൽ നിന്ന് അതിലധികം ഫലത്തെ ഈ സമയത്ത് തരും എന്നുള്ളതാണ്. അത് ഉത്തരായന കാലം കൂടിയാണ്, വിശേഷപ്പെട്ട സമയമാണ്. ഓക്കെ സാർ, അതുപോലെ ഈ മൃത്യുഞ്ജയ മന്ത്രം എല്ലാവരും ജപിക്കാൻ പേടിപ്പിക്കുന്ന ഒരു മന്ത്രമാണ്. അതായത് മൃത്യുഞ്ജയ അർച്ചന അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട്, മൃത്യുഞ്ജയ ഹോമം കൊടുക്കുന്നുണ്ട്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് സുഖമായി എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതല്ലേ? അപ്പോൾ അങ്ങനെയാണോ? എനിക്കറിയില്ല. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രം ജപിക്കാനൊരു പേടി ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും പല വ്യക്തികളും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു രോഗം ഉണ്ട്, ഒരാൾക്ക് രോഗസാധ്യത, ഇപ്പം എനിക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ജാതകം നോക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ ഈ മൃത്യുഞ്ജയ മന്ത്രം അർച്ചനയോ മൃത്യുഞ്ജയ ഹോമമോ ഒക്കെ എഴുതി കൊടുക്കാറുണ്ട്. പലർക്കും അത് ഒരു ഭയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അത് ആയുസ്സില്ലാതാകുവാണോ, മരണം അടുത്തോ എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകും. അപ്പം വീട്ടിലുള്ള ഒരാൾക്കാണ് എഴുതി കൊടുക്കുന്നത്, മുതിർന്ന ഒരാൾക്കാണ്, മക്കളാണ് വന്നിരിക്കുന്നത് എങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ ചിന്തയിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അതുകൊണ്ടാണോ ഈ വഴിപാട് എഴുതിയതെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും മരണത്തെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. മരണം കൃത്യമായിട്ട് ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. അപ്പോൾ മരണം എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അനാസെന്നെ ഇത് എന്ന് പറഞ്ഞുള്ള ആ ശ്ലോകത്തിൽ കൃത്യമായിട്ടുള്ള സമയത്തിൽ പ്രയാസമില്ലാതെ ആ മൂപ്പെത്തിക്കഴിഞ്ഞ് മരിക്കുക എന്നുള്ളതാണ്. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൽ വെള്ളരിക്കായും തണ്ണിമത്തനും ഒക്കെയാണ് അതിനകത്ത് ഉദാഹരണമായിട്ട് പറയുന്നത്. അത് എപ്പോഴാണോ മൂപ്പെത്തി ആ തണ്ടിൽ നിന്ന് വേർപെടേണ്ടത് ആ സമയത്ത് മാത്രമേ അത് വേർപെടാവുള്ളൂ. കാലം തെറ്റി ഈ മരണം എന്നെ കൊണ്ടുപോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ ആരോഗ്യമാണ് സംരക്ഷിക്കപ്പെടുക. അപ്പം മരണം ഇല്ലാതാക്കുക എന്നല്ല നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നെ ആരോഗ്യത്തോടുകൂടി എനിക്ക് എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ രോഗശമനമാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി. ഓക്കെ, മൃത്യുഞ്ജയ മന്ത്രം എല്ലാവർക്കും ഉച്ചരിക്കാമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉച്ചരിക്കാം. അത് വളരെ പ്രയോജനകരമായിട്ടുള്ള മന്ത്രമാണ്. ഓരോ അക്ഷരത്തിനും പ്രാധാന്യമുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ പ്രത്യേക അനുവാദത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഈ നാഡീഞരമ്പുകളിലേക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷിമാർ ഈ മന്ത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
ഏറ്റവും നല്ല മന്ത്രമായിട്ട് ഗായത്രി മന്ത്രത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗായത്രി മന്ത്രം സൃഷ്ടിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ ഋഷിക്ക് വിശ്വാമിത്രൻ എന്നുള്ള പേര് തന്നെ വന്നത്. വിശ്വത്തിൻ്റെ മിത്രനായിട്ട് മാറുക അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കും അറിയത്തില്ല. കാരണം അദ്ദേഹം ഇത്രയൊരു മന്ത്രം സൃഷ്ടിച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പോലും മാറി എന്നുള്ളതാണ്. ആ മന്ത്രത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ. വളരെ സന്തോഷം സാർ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഈ ഗായത്രി മന്ത്രം എല്ലാവരും ഉച്ചരിക്കുന്നൊരു മന്ത്രമാണ്. ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുള്ളത് സ്ത്രീകൾക്ക് ഓംകാരം ദീർഘമായിട്ട് പറയാമോ, അങ്ങനെ പറഞ്ഞാൽ ഇവരുടെ ഗർഭപാത്രത്തിന് എന്തോ ഇഷ്യൂ സംഭവിക്കാം എന്നൊക്കെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഗായത്രി മന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് 41 തവണ ജപിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഓക്കെ. ഇത് ചില ആചാര്യന്മാർ ഇങ്ങനെ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ട് ഇപ്പം ഇത് യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ മന്ത്രങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഈ യോഗശാസ്ത്രത്തിൽ പൂരകം, രേചകം, കുംഭകം ഇങ്ങനെ 3 അവസ്ഥയാണ് നമ്മുടെ ശ്വാസം എടുക്കുക, അതിനെ പിടിച്ചു നിർത്തുക, പുറത്തേക്ക് വിടുക എന്നുള്ള അവസ്ഥ പറയുന്നത്. അപ്പോൾ ഇത് ഗർഭപാത്രത്തെ ദോഷകരമായി ബാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ കുംഭകം കൂടുതലായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും കൃത്യമായിട്ടുള്ള ശ്വാസ ഇടവേളകളോടെ ജപിക്കുക എന്നുള്ളതാണ്. അപ്പം ശ്വാസോച്ഛ്വാസത്തിൽ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഗർഭത്തിന് അല്ലെങ്കിൽ ഗർഭാശയത്തിന് പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു സൂചനകൾ കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ജപിക്കാം, സ്ത്രീകൾക്കും ജപിക്കാവുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. അത് ഈ ശ്വാസോച്ഛ്വാസം ചില വ്യക്തികൾ ജപിക്കുമ്പോൾ ഇത് തുടർച്ചയായിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് ഈ മന്ത്രത്തെ കൊണ്ടുപോകും. അങ്ങനെ ജപിക്കരുതെന്ന് മാത്രം. വളരെ ശാന്തതയോടുകൂടി ശ്രദ്ധിച്ച് സാവധാനം അക്ഷര സ്ഫുടതയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. സന്തോഷം സാർ. ഈ മന്ത്രോച്ചാരണം എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ, അത് ആർക്ക് ജപിക്കാം, ആർക്ക് ജപിക്കേണ്ട, ചില മന്ത്രങ്ങൾ ജപിക്കാമോ, പഞ്ചാക്ഷരി ജപിക്കാമോ, ഇങ്ങനത്തെ വലിയൊരു തെറ്റിദ്ധാരണയാണ് സാർ ഇന്ന് സംസാരിച്ചത്. സന്തോഷം, നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.